ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജം ടോക്കീസ്. എല്ലാവരും സേഫായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഷാനവാസിക്കയുടെ പുതിയൊരു സ്റ്റാറ്റസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അത് സ്റ്റാർ സിംഗർ സീസൺ 10 ലോഞ്ചിന് വേണ്ടിയിട്ട്. അതിൽ ഷാനവാസിക്കയുണ്ട്, അനുമോളുണ്ട്, അക്ബറുണ്ട്, അനീഷേട്ടനുണ്ട്, നൂറയുണ്ട്, നെവിനുണ്ട്. ഇത്രയും പേരാണ് ഞാൻ കണ്ടത്. അപ്പോൾ ഇത്രയും പേരുണ്ട്. അപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യാനായിട്ട് മെയിൻ റീസൺ എന്ന് വെച്ചാൽ കുറച്ച് കാര്യങ്ങൾ ഇപ്പോഴും ഷാനവാസിക്ക് റിപ്ലൈ കൊടുക്കുന്നില്ല. എന്നാൽ ഷാനവാസിക്കിനെ ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടി മാത്രം നടക്കുന്ന കുറേ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാനൊരു പോയിന്റ് പറയുന്നു എന്ന് മാത്രം. അല്ലാതെ ബിഗ് ബോസ് കഴിഞ്ഞിട്ടും ഇവരെന്തിനാണ് വീണ്ടും വീണ്ടും ഇത് പറയുന്നത് ചിലവർക്ക് ചിന്തയുണ്ടാവാം. വേറെ ഒന്നും കൊണ്ടല്ല, എന്തിനാണ് വെറുതെ ഇരിക്കുന്ന ഒരു മനുഷ്യനെ ഡിഗ്രേഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞങ്ങളെപ്പോലുള്ള കുറച്ച് യൂട്യൂബേഴ്സ് മാത്രമാണ് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ സംസാരിക്കും. അതിന് നിങ്ങൾക്ക് ദേഷ്യം വന്നിട്ട് യാതൊരു കാര്യവും ഇല്ല. അപ്പം ഞാൻ സംസാരിക്കാൻ പോകുന്ന ഫസ്റ്റ് വിഷയം എന്ന് പറയുന്നത് അനുമോളുമായിട്ട്, അതായത് അനുമോളുമായിട്ട് ബന്ധപ്പെട്ട ലൈവിൽ നടന്ന ഒരു സംഭവം. അതായത് ഷാനൂക്ക ലൈവിൽ വന്നിട്ട് PR-ൻ്റെ കാര്യം പറഞ്ഞ സംഭവം ഉണ്ടല്ലോ. ആ സംഭവത്തിൽ അനുമോളിനെ എടുത്ത് പറയുകയോ ഒന്നും ഷാനവാസിക്ക ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ടും ഈവൻ എൻ്റെ കമൻറ്റിൽ പോലും ചില ആൾക്കാർ വന്നിട്ട് അനുമോളെ എപ്പിസോഡിൽ ഷാനവാസിക്ക പറഞ്ഞു എന്നുള്ള രീതിയിൽ സംസാരിച്ച് ഭയങ്കര ഡീഗ്രേഡിങ് ആയിട്ടുള്ള കമൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുള്ളൊരു റിപ്ലൈ എന്താണെന്ന് വെച്ചാൽ, ഞാൻ അതിൽ അനുമോളെ കുറ്റപ്പെടുത്തി ഒന്നും സംസാരിച്ചിട്ടില്ല. വീഡിയോയുടെ ക്യാപ്ഷനിൽ അനുമോൾന്ന് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ക്യാപ്ഷനിൽ അത് കണ്ടിട്ട് വന്നിട്ട് വീഡിയോ പോലും കാണാതെ ചുമ്മാ കയറി കമൻറ്റ് ഇടുക. അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളാണ് എനിക്ക് മെയിൻലി ഫീൽ ചെയ്തത്. എന്താണ് ഞാൻ ഈ പറഞ്ഞത് ഒന്നും കേൾക്കാതെ ചുമ്മാ വന്ന് കമൻറ്റ് ചെയ്യുക. എവിടെയെങ്കിലും അനുമോളെന്ന് കണ്ടാൽ ആ ഒരു ക്യാപ്ഷൻ വായിക്കുമ്പോൾ അനുമോളിന് എതിരാണെന്ന് മനസ്സിലായിക്കൊണ്ടെങ്കിൽ കുറേ എണ്ണങ്ങൾ വന്ന് ഇങ്ങനെ കമൻറ്റ് ഇടും. ഐ തിങ്ക് PR ആയിരിക്കണം. കാരണം അവരുടെ കാശ് മേടിച്ചാണല്ലോ, അപ്പോൾ ആ ജോലി അവർ ചെയ്യണമല്ലോ. അത് നെഗറ്റീവ് ആക്കരുതല്ലോ. എവിടെയെങ്കിലും ഒരു ചെറിയൊരു നെഗറ്റീവ് എന്ന് അവർക്ക് തോന്നിയാൽ അതെങ്ങനെയെങ്കിലും ആ ഒരു കമൻസ് ഫുള്ള് നിറക്കണം. ആ ഒരു വീഡിയോയ്ക്ക് ഫുള്ള് കമൻറ്റ് നെഗറ്റീവായിട്ട് ഷാനവാസിക്കെതിരെ കമൻറ്റ് ഇടും. അത് ഫസ്റ്റ് കാര്യം. സെക്കൻഡ് കാര്യം, ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആദില നൂറയുടെ പറ്റി. ഇപ്പോൾ ഷാനവാസിക്കയുടെ വില മനസ്സിലായി കാണുമെന്നുള്ളൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ എനിക്ക് വന്ന കുറച്ച് കമൻസ് എന്ന് പറയുന്നത്, ഇത് എൻ്റെ വീഡിയോയ്ക്ക് മാത്രമല്ല, ചില വീഡിയോസ് ഞാൻ കാണുമ്പോൾ അതിൻ്റെ താഴെയും കമൻസ് ഇതേപോലെ ഇട്ടിട്ടുണ്ട്. സെയിം പാറ്റേണിലുള്ളൊരു കമൻസ്. ഫസ്റ്റ്, ഷാനവാസിക്ക അവരെ സപ്പോർട്ട് ചെയ്യാനുള്ള മെയിൻ കാരണം LGBTQ കമ്മ്യൂണിറ്റിയിൽ നിന്നും സപ്പോർട്ട് കിട്ടാനും അല്ലാതെ അവരോടുള്ള സ്നേഹം കൊണ്ടോ ഒന്നുമല്ല എന്നുള്ള രീതിയിലുള്ള കമൻസാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ ഷാനവാസിക്ക് ഈ LGBTQ കമ്മ്യൂണിറ്റിയിലുള്ള സപ്പോർട്ട് കിട്ടേണ്ട ആവശ്യമൊന്നും ഇല്ല. ഷാനവാസിക്ക് തന്നെ ഉള്ളൊരു പേഴ്സണലായിട്ട് കുറച്ച് ഫാൻസ് ഉണ്ട്, ഞങ്ങളെപ്പോലുള്ള ആൾക്കാരുണ്ട്, അത് മതി. അപ്പം ആൾക്ക് ആ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ഫാൻസിനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവരെ സ്നേഹിച്ചതെന്നും ലാസ്റ്റൊക്കെ ആയപ്പോൾ ഇവരെ തള്ളിപ്പറഞ്ഞ് നിങ്ങൾ കണ്ടില്ലേ എന്നുള്ള കമൻറ്റാണ്. നമുക്കറിയാം, ലൈവ് കണ്ടിട്ടിരിക്കുന്നവർക്കറിയാം എന്തുകൊണ്ടാണ് ഷാനവാസിക്ക ലാസ്റ്റ് ഇവരെ എന്താ പറയുക ഇച്ചിരി മാറ്റി നിർത്തി എന്നുള്ളത് നന്നായിട്ടറിയാം. കാരണം ബാക്ക് സ്റ്റാബിങ്ങും ഒക്കെ നടത്തുന്ന കട്ടപ്പന്മാരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇവരോട് വലിയ മൈൻഡ് ലാസ്റ്റ് കാണിക്കാഞ്ഞതും. പക്ഷേ എന്നിട്ടും ലാസ്റ്റ് നൂറ പോയപ്പോഴും ആൾക്ക് സങ്കടം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സങ്കടം കണ്ടിട്ട് ആൾക്കാർ പറയുന്നത് എന്താണ്, LGBTQ കമ്മ്യൂണിറ്റിക്ക് ഇന്ന് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട്, ഷാനവാസിക്ക് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടി പുള്ളിക്കാരൻ ചെയ്യുന്നതെന്നുള്ള രീതിയിൽ. എനിവേ, പറയേണ്ടവർക്ക് പറയാം. പക്ഷേ എനിക്ക് ഇങ്ങനെയുള്ള കമൻസ് കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരും. ആസ് ഇഫ് ഞാൻ ആളുടെ ഫാൻ ആയതുകൊണ്ട് എനിക്ക് ദേഷ്യം വരും. എനിക്ക് റിപ്ലൈ ചെയ്തേ പറ്റൂ. അത് 1-2 കമൻസ് അല്ല, ഇങ്ങനത്തെ കമൻസ് ഒരുപാട് വരികയും ചെയ്തു. വേറെയുള്ള ആൾക്കാരുടെയും ഇങ്ങനത്തെ കമൻസ് ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. പുള്ളിക്കാരന് ഷാനവാസിക്ക് ഒരു കമ്മ്യൂണിറ്റിയുടെയും വോട്ട്സ് വേണമെന്ന് ഒരാഗ്രഹവും ഇല്ല. അതുകൊണ്ടല്ല, അവരൊരു പെങ്ങന്മാരെ പോലെ അല്ലെങ്കിൽ ഒരു മക്കളെ പോലെയാണ് ഷാനവാസിക്ക സ്നേഹിച്ചത്. പക്ഷേ അവരതുപോലല്ല. എനിക്ക് നിങ്ങളുടെ സ്നേഹം വേണ്ട, നിങ്ങൾ ഡ്രാമയാണ്. ഈവൻ അഞ്ജന നമ്പ്യാറായിട്ടുള്ളൊരു ഇൻ്റർവ്യൂവിൽ പോലും അവളുമാർ പറഞ്ഞിരുന്നത് ഡ്രാമയാണ്, ഡ്രാമ കിങ് ഈസ് ഷാനവാസ് എന്ന്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് എന്താ പറയുക, ഒരു ബന്ധം വെക്കുന്നത് അത്രയ്ക്ക് നല്ലതല്ലെന്ന് എനിക്കും ഫീൽ ചെയ്തിട്ടുണ്ട്. ഷാനവാസിക്കും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കും. ഷാനവാസിക്ക് പറഞ്ഞു കൊടുക്കാൻ ആൾക്കാരും ഉണ്ടായിരിക്കും, വീട്ടുകാരും പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരിക്കും ഇങ്ങനെയുള്ളവന്മാരെ കൊണ്ട് ഒന്ന് സംസാരിക്കേണ്ട എന്നുള്ളത്. അറിയത്തില്ല. പക്ഷേ ഷാനവാസിക്കടായിട്ടുള്ള പേഴ്സണൽ ആയിട്ടുള്ളൊരു ഇതുണ്ട്. എന്ത് ചെയ്യണമെന്ന് ഷാനവാസിക്ക് തന്നെയാണ് തീരുമാനിക്കുന്നത്. അവരോട് സംസാരിക്കണോ വേണ്ടതെന്നുള്ള ഷാനവാസിക്ക് തോന്നണം. പക്ഷേ ഷാനവാസിക്ക് അങ്ങനെ ഒരാളെ അങ്ങനെ സ്നേഹത്തോടെ കണ്ടിട്ടുണ്ട്. അവരെന്ത് ചെയ്താലും ഷാനവാസിക്ക് അതങ്ങ് ക്ഷമിക്കും. അപ്പോഴത്തെ ഒരു ദേഷ്യം ഉണ്ടെങ്കിലും പിന്നെ അങ്ങ് ക്ഷമിക്കും. അപ്പോൾ ഞാൻ
അപ്പം ഇത്രയുമാണ്. അപ്പം ഷാനവാസിക്കനെ പറ്റി സംസാരിക്കാനായിട്ട് ആരെങ്കിലും വേണം. അതായത് പുള്ളിക്കാരൻ ഷാനവാസിക്ക ഇതൊരു റിപ്ലൈ ആയിട്ട് കൊടുക്കുന്നില്ല, ലൈവ് വന്ന കാര്യങ്ങളൊന്നും അത്ര റിപ്ലൈ ആയിട്ട് കൊടുക്കുന്നില്ലെങ്കിൽ കൂടിയും ഷാനവാസിക്കയും അനുമോളുമാണ് സ്റ്റാർ സിംഗറിലെ ലോഞ്ച് ചെയ്യാൻ പോയത്. അവർ തമ്മിൽ പ്രശ്നമില്ല, പിന്നെ എന്തിനാണ് ബാക്കിയുള്ളവർക്ക് ഇത്ര പ്രശ്നം വരുന്നത്? പ്രമുഖ യൂട്യൂബേഴ്സ് കയറിയാണ് ഷാനവാസിക്കയെ വീണ്ടും ഡീഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൾ ആക്റ്റീവ് പോലും അല്ല. അപ്പം എല്ലാവരുടെയും ഒരു റിക്വസ്റ്റാണ് ഷാനവാസിക്ക് ഒന്ന് കാണണം, പല ഇൻ്റർവ്യൂസും കാണണം എന്നുള്ളത് ഭയങ്കര ഒരു ആഗ്രഹമാണ്. ഷാനവാസിക്കയുടെ എന്താ പറയുക, സ്റ്റാറ്റസ് കാണുമ്പോൾ പോലും നമുക്ക് സന്തോഷമാണ്. സോ 2 കാര്യങ്ങളാണ് വേറെ ഉണ്ടായിരുന്നത്, അബൌട്ട് അനുമോൾ ആൻഡ് ആസ് വെൽ എസ് ആദില നൂറ. സോ ആദില നൂറയ്ക്ക് ഒരു വീഡിയോ ഞാൻ ഇട്ടപ്പോഴത്തേക്കും അതിൽ വരുന്ന കമൻറ്റ്സ് വേറെണ്ണമുണ്ട്. കർമ്മയാണ്, അനുമോളെയും ഷാനവാസിനെയും അത്രത്തോളം ബാക്ക് സ്റ്റാബ് ചെയ്ത ആൾക്കാർക്കുള്ള കർമ്മയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അത് സത്യമാണ്. സത്യം പറഞ്ഞാൽ ബിക്കോസ് അവരുടെ BB ഹൗസിൽ ഏറ്റവും കൂടുതൽ ആദില നൂറയും സ്നേഹിച്ച 2 വ്യക്തികളെന്ന് പറയുന്നത് അനുമോളും ഷാനവാസിക്കയും ആയിരുന്നു. അതെന്തായാലും 100% കറക്റ്റാണ്. പക്ഷേ മറ്റുള്ളവരുടെ കൂടെ നിന്ന് വേറെ ആരെങ്കിലും വരുമ്പോൾ ഇപ്പോൾ അപ്പം കാണുന്നവനെ അപ്പ എന്നുള്ള സ്വഭാവം ഇല്ലേ, അതാണ് ശരിക്കും അവർക്കുള്ളത്. ബിക്കോസ് ആദ്യത്തെ കേസിൽ റിയാസ് വന്നപ്പോഴത്തേക്കും ഷാനവാസിക്കെതിരെ തിരിഞ്ഞു. നെക്സ്റ്റ് റീ എൻട്രി വന്നപ്പോൾ കുറേ ശൈത്യ ടീംസ് വന്നപ്പോഴത്തേക്കും വീണ്ടും അനുമോൾക്കെതിരെ തിരിഞ്ഞു. അങ്ങനെ ഒരു സ്റ്റാൻഡ് ഇല്ലാതെ നിൽക്കുന്ന ആൾക്കാരാണ് സത്യം പറഞ്ഞാൽ ആദില നൂറ. എവിടെ ചേരുന്നോ അവിടോട്ട് അങ്ങ് ചേരും. അപ്പോൾ അങ്ങനത്തെ കമൻറ്റ്സ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അത് കറക്റ്റായിട്ടുള്ള കാര്യമാണ്. കർമ്മ എന്ന് പറയുന്നത് അത് ഇപ്പം ഈ ഒരു കേസിലല്ലെങ്കിൽ തന്നെയും കർമ്മ എന്ന് പറയുന്നത് ശരിക്കും സത്യമാണ്. നമുക്ക് കിട്ടേണ്ട സമയത്ത് തന്നെ കിട്ടും എന്നുള്ളത്. എനിവേ, ഫൈസൽ മലബാറിൻ്റെ കാര്യം എന്ന് പറയുന്നത് അത് അയാളുടെ ക്വാളിറ്റിയാണ്, അയാളുടെ ഒരു പേഴ്സ്പെക്റ്റീവിൽ നിന്ന് അയാൾ ചിന്തിച്ചു. ചിലപ്പോൾ അയാൾക്ക് ഒരു നെഗറ്റീവായിട്ട് വന്ന് കാണും, അയാളുടെ ഫ്രണ്ട്സിൽ നിന്നോ ഫാമിലീസിൽ നിന്നോ ഒക്കെ നെഗറ്റീവായി വന്ന് കാണും. എന്തിനാണ് ആൾക്കാരെ വിളിച്ചത്, അവരെ പോലുള്ള ആൾക്കാരെ വിളിച്ചത് എന്തിനാണെന്നുള്ളത് വന്ന് കാണും. അതുകൊണ്ടായിരിക്കണം ആൾ പോസ്റ്റ് ഇട്ടത്, പറയാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടതിലൂടെ ശരിക്കും പറഞ്ഞാൽ പോസ്റ്റ് ഇടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അതിൽ ഒരു റിപ്ലൈ പുള്ളിക്കാരൻ തന്നിട്ടില്ല. ഇനി തരുമോ എന്നറിയത്തില്ല, മിക്കവാറും തരാൻ ചാൻസസ് ഉണ്ട്. കാരണം അത്രയും നെഗറ്റീവ് ആയിട്ടുണ്ട്, പുള്ളിക്കാരൻ പറഞ്ഞത് ശരിയായിട്ടില്ല എന്ന്. എനിവേ, നമുക്ക് ഷാനവാസിക്കനെ സ്റ്റാർ സിംഗർ സീസൺ 10 ലോഞ്ചിന് നമുക്ക് കാണാം. ആൻഡ് ഐ ഈഗർലി വെയിറ്റിംഗ് ഫോർ ഷാനവാസിക്ക റിട്ടേൺ. അപ്പം എന്തായാലും ഇനി വീഡിയോസും ഇൻ്റർവ്യൂസൊക്കെ നമുക്ക് കാണാൻ സാധിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സ്റ്റേ ട്യൂൺ ടു മൈ ചാനൽ.